Hi friends, welcome to my channel. Today's topic of discussion is a dissertation upon Rose Pig by Charles Lamb. As an Open University BA English third sum prose and fiction paper most important essay is a dissertation upon Rose Pig by Charles Lamb. Okay. As you all know, Charles Lamb is one of the most engaging personal essayists of all the writers of English literature. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏത് റൈറ്റേഴ്സിനെ നോക്കിയാലും അതിൽ പേഴ്സണൽ എസ്സേയിസ്റ്റ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ ആർക്കും സ്വന്തം? ചാൾസ് ലാമ്പിന് സ്വന്തം. ഓക്കെ, ചാൾസ് ലാംബ് ഹി വാസ് എ റെനൗണ്ട് എസ്സേയിസ്റ്റ് ഓഫ് ദി റൊമാൻറ്റിക് ഏജ്. ഓക്കെ, ആൻഡ് ഹിസ് എസ്സേയ്സ് ആർ ദ പേഴ്സണൽ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ലൈഫ്. ചാൾസ് ലാമ്പിൻ്റെ ലൈഫിൻ്റെ തന്നെ പേഴ്സണൽ റിഫ്ലക്ഷൻസ് ആണ് ചാൾസ് ലാമ്പിൻ്റെ എസ്സേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി റോട്ട് അണ്ടർ ദി പെൻ നെയിം എലിയ. എലിയ എന്ന് പറയുന്ന പെൻ നെയിമിലാണ് ചാൾസ് ലാംബ് എസ്സേയ്സ് എഴുതുന്നത്. നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹി റോട്ട് ഹിസ് എസ്സേയ്സ് അണ്ടർ ദ പെൻ നെയിം എലിയ. ഓക്കെ, ആൻഡ് ലാംബിൻ്റെ ആ ഒരു എസ്സേയ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമറുണ്ട്, അതുപോലെ പാത്തോസും ഉണ്ട്. ഓക്കെ, പാത്തോസും ഹ്യൂമറും കൂടെ മിങ്കിൾ ചെയ്ത് എഴുതുന്ന, ബ്ലെൻഡ് ചെയ്ത് എഴുതുന്ന എസ്സേയ്സാണ് ചാൾസ് ലാംബിൻ്റെ എസ്സേയ്സ്. ചാൾസ് ലാംബ് ബിഗാൻ പബ്ലിഷിംഗ് ഹിസ് എസ്സേയ്സ് ഓഫ് എലിയ ഇൻ ദ ലണ്ടൻ മാഗസിൻ ഇൻ 1820. ലണ്ടൻ മാഗസീനിലാണ് എസ്സേയ്സ് ഓഫ് എലിയ എന്ന് പറയുന്ന ടൈറ്റിലിൽ വർക്ക്സ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അണ്ടർ ദി പെൻ നെയിം എലിയ എന്നുള്ള പെൻ നെയിമിലാണ്. ആൻഡ് ചാൾസ് ലാംബ് പബ്ലിഷ്ഡ് ഹിസ് ക്ലാസിക് എസ്സേ എ ഡെസർട്ടേഷൻ അപ്പോൺ റോസ് പിഗ് ഇൻ ലണ്ടൻ മാഗസിൻ. ലണ്ടൻ മാഗസിനിൽ തന്നെയാണ് എ ഡെസർട്ടേഷൻ അപ്പോൺ റോസ് പിഗ് എന്ന് പറയുന്ന എസ്സേയും ചാൾസ് ലാംബ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ആൻ എസ്സേ ദാറ്റ് ഷോസ് ലാംബ് അറ്റ് ഹിസ് ഹ്യൂമറസ് ബെസ്റ്റ്. ആക്ച്വലി ഇതൊരു ഹ്യൂമറിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു എസ്സേ ആണ്. ചാൾസ് ലാംബിൻ്റെ ഓൾറെഡി മെൻഷൻ ചെയ്തു, ചാൾസ് ലാംബിൻ്റെ എസ്സേസിൽ പാതോസും അതുപോലെ തന്നെ ഹ്യൂമറും ബ്ലെൻഡ് ചെയ്ത് വരുന്ന, ഹ്യൂമറിൻ്റെ എലമെൻറ്റ്സും ബ്ലെൻഡ് ചെയ്ത് വരുന്ന എസ്സേയ്സാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ എസ്സേ ദാറ്റ് ഷോസ് ലാംബ് അറ്റ് ഹിസ് ഹ്യൂമറസ് ബെസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഫൺ ഫ്രം ബിഗിനിങ് ടു എൻഡ്. ബിഗിനിങ് ടു എൻഡ് ഫുൾ ഹ്യൂമറിൻ്റെ എലമെൻ്റ് ഉള്ള ഒരു എസ്സേ ആണ് ഡെസർട്ടേഷൻ അപ്പോൺ റോസ് പിഗ് എന്ന് പറയുന്നത്. ലാംബ് യൂസസ് വേരിയസ് ഡിവൈസസ് that to portray a humorous account of the origin of mankind's practice of roasting pigs, besides giving an insight into his own temperament and taste. Okay, ലാംബ് എന്ത് ചെയ്യുന്നു? വേരിയസ് ഡിവൈസസ് യൂസ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു പോർട്രേ ഹ്യൂമറസ് അക്കൗണ്ട്, വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ. ആ മാൻകൈൻഡിൻ്റെ ആ ഒരു പ്രാക്ടീസ് എന്താ? പിഗിനെ റോസ്റ്റ് ചെയ്യുന്ന മാൻകൈൻഡിൻ്റെ ആ ഒരു പ്രാക്ടീസ് ഒറിജിൻ ചെയ്തതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള പല പല ഡിവൈസസും, വേരിയസ് ഡിവൈസസും ചാൾസ് ലാംബ് ഇവിടെ യൂസ് ചെയ്യുന്നു. ബിസൈഡ്സ് ഗിവിങ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ഹിസ് ഓൺ ടെമ്പറമെൻറ്റ് ആൻഡ് ടേസ്റ്റ്. അതുപോലെ തന്നെ ചാൾസ് ലാംബിൻ്റെ ആ ഒരു ടെമ്പറമെൻറ്റും ടേസ്റ്റിനെയും ഒക്കെ കൂടെ ഇതിലൂടെ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിഗ് റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് മാൻകൈൻഡ് ബിഗിൻ ചെയ്തത്, അതിൻ്റെ ഒറിജിനെ കുറിച്ചിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനുമാണ് ഈ എസ്സേയിലൂടെ ചാൾസ് ലാംബ് പോർട്രേ ചെയ്യുന്നത്. ദ നറേറ്റർ ഓപ്പൺസ് ദ എസ്സേ ബൈ അസർട്ടിംഗ് ദാറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ഏർലി ഹ്യൂമൻ ഹിസ്റ്ററി people did not cook their meat but ate it raw. He claims that this was hinted in the writings of Confucius, who mentioned an era known as the cook's holiday, implying that the Chinese did not cook animals prior to his writings. അപ്പോൾ ഈ ഒരു എസ്സേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നരേറ്റർ അസേർട്ട് ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞാൽ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ഏർലി ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഏർലി പീരീഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പീപ്പിൾ ഫുഡ് എങ്ങനെ മീറ്റൊക്കെ എന്ത് ചെയ്യാറില്ല? കുക്ക് ചെയ്തല്ല അവർ കഴിച്ചിരുന്നത്. ബട്ട് എയ്റ്റ് ഇറ്റ് റോ, അല്ലേ? റോ മെറ്റീരിയൽസ്, പച്ചയ്ക്ക് തന്നെയാണ് അവർ ഫുഡ് കഴിച്ചിരുന്നത്. അത് അവരെന്ത് ചെയ്യാറില്ല? മീറ്റൊന്നും കുക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഏർലി ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഹ്യൂമൻസ് ഫുഡ് കഴിച്ചിരുന്ന രീതിയെക്കുറിച്ച് ചാൾസ് ലാംബ് മെൻഷൻ ചെയ്യുന്നത്. He claims that
ദിസ് വാസ് ഹിൻറ്റഡ് അറ്റ് ദ കൺഫ്യൂഷ്യസിൻ്റെ റൈറ്റിങ്സിലും ഇത് ഹിൻറ്റ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷ്യസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻ ഈറ നോൺ ആസ് കുക്സ് ഹോളിഡേ എന്ന് പറയുന്ന ഒരു ഈറ കൺഫ്യൂഷ്യസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇംപ്ലൈ ചെയ്യുന്നത് ദ ചൈനീസ് ഡിഡ് നോട്ട് കുക്ക് അനിമൽസ് പ്രയർ ടു ഹിസ് റൈറ്റിങ്സ്. ചൈനീസ് എന്ത് ചെയ്യാറില്ല? അനിമൽസിന് കുക്ക് ചെയ്യാറില്ല. ഓക്കെ. അക്കോർഡിംഗ് ടു ദ നറേറ്റർ, കൺഫ്യൂഷ്യസ് എസ്സേ goes on to describe how roasting was discovered by Bobo and Hoti. അപ്പോൾ കൺഫ്യൂഷ്യസിൻ്റെ എസ്സേ എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? റോസ്റ്റിംഗ് എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തതെന്നെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് കൺഫ്യൂഷ്യസിൻ്റെ എസ്സേയിലൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ബോബോന്നും ബോബോയുടെ ഫാദർ നെയിം ആരാ? ഹോട്ടി എന്ന് പറയുന്ന ഫാദർ അല്ലേ? അവർ രണ്ടുപേരും കൂടെ, ബോബോയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഈ റോസ്റ്റിംഗ് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ എസ്സേയിലൂടെ എന്ത് ചെയ്തേക്കുന്നത്? മെൻഷൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ആ സ്റ്റോറിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ബോബോ വാസ് വൺ ഡേ പ്ലേയിങ് വിത്ത് ഫയർ ആസ് ഹി ഓൾവേസ് ഡു ആൻഡ് ആക്സിഡൻ്റലി ബേൺ ഡൗൺ ഹിസ് ഫാമിലീസ് കോട്ടേജ് along with the 9 pigs that were trapped in the blaze. While trying to devise an explanation for what happened, Bobo was tempted by the smell of the burnt pigs and went to toss them. അപ്പോൾ ബോബോ ഫയറിൽ പ്ലേ ചെയ്യുന്നു, ഫയർ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ഈ ഓൾവേസ് ഡു, എപ്പോഴും ഈ ഫയറൊക്കെ യൂസ് ചെയ്ത് കളിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുപോലെ ബോബോ എന്ത് ചെയ്യുമായിരുന്നു? ഫയർ യൂസ് ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡൻ്റലി ബേൺ ഡൗൺ ഹിസ് ഫാമിലീസ് കോട്ടേജ്. ഫയറല്ലേ, പെട്ടെന്ന് തന്നെ ഫാമിലിയുടെ കോട്ടേജ് ബാൻ ചെയ്യാൻ തുടങ്ങി. ആ കോട്ടേജിൽ എത്ര പിഗ്സ് ഉണ്ടായിരുന്നു? 9 പിഗ്സ് ഉണ്ടായിരുന്നു. ആ 9 പിഗ്സും അതിൽ ട്രാപ്പായിപ്പോയി. വൈൽ ട്രൈങ് ടു ഡിവൈസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ വാട്ട് ഹാപ്പൻ, ബോബോ വാസ് ടെംപ്റ്റഡ് ബൈ ദി സ്മെൽ ഓഫ് ദ ബേൺ പിഗ്സ് ആൻഡ് വെൻറ്റ് ടു ടെസ്റ്റ് ദം. അപ്പോൾ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് പറയും ഇനി? ഹോട്ടി എന്ന് പറയുന്ന ഫാദർ വരുമ്പോൾ ഫാദറിനോട് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു? ഒരു സ്മെല്ല് വരുന്നു. അത് ഭയങ്കര ഒരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നു. ബേൺഡ് പിഗ്സിൻ്റെ സ്മെല്ല്. ആൻഡ് വെൻറ്റ് ടു ടേസ്റ്റ് ദ, പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഹി ഫൗണ്ട് ദീസ് ബേൺ പിഗ്സ് ഡെലീഷ്യസ് ആൻഡ് കുഡ് നോട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ് ദം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ ആ മൗത്തിലേക്ക് എത്തിയപ്പോൾ ആ പിഗ്സ് ഭയങ്കര ടേസ്റ്റിയാണെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ആ പിഗ്സിനെ കഴിക്കാൻ തുടങ്ങി. ഏത് പിഗ്സാ? ബേൺഡ് പിഗ്സിനെ കഴിക്കാൻ തുടങ്ങി. ഓക്കെ. ഹി കുഡ് നോട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ് ദം. ഹോട്ടി വാസ് നോട്ട് ജസ്റ്റ് അപ്സെറ്റ് വിത്ത് ബോബോ ഫോർ ബേണിംഗ് ഡൗൺ ദി കോട്ടേജ്. ഓക്കെ. ഹോട്ടി അത്രത്തോളം അപ്സെറ്റൊന്നും ആയില്ല ബോബോ കോട്ടേജ് ബേൺ ചെയ്തത് കൊണ്ട്. ബട്ട് ഫോർ ബീയിങ് ഇനഫ് ഓഫ് എ ഫൂൾ ടു ഈറ്റ് ദ പിഗ്സ്. പക്ഷേ ഈ പിഗ്സിനെയൊക്കെ കഴിച്ചെന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ആരിലുണ്ടായി? ബേൺഡ് പിഗ്സിനെ കഴിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ആരിലുണ്ടായി? ഹോട്ടിയിലുണ്ടായി, ഫാദറിലുണ്ടായി. ബോബോ ഇവഞ്ച്വലി കൺവിൻസ്ഡ് ഹിസ് ഫാദർ ടു ട്രൈ ദ പിഗ് ആൻഡ് ദ ഫാദർ ലവ്ഡ് ഇറ്റ് ടു. എന്നിട്ട് ബോബോ ആരോട് ഒരു ഫോഴ്സ് ചെയ്യല്ല, കൺവിൻസ് ചെയ്യാണ് ഫാദറിനോട് അല്ലെ, ഹോട്ടിയോട്. എന്താ? ആ പിഗിൻ്റെ മീറ്റ് കഴിച്ച് നോക്കണം, ഇറ്റ്സ് വെരി ടേസ്റ്റി എന്ന്. ആൻഡ് ദ ഫാദർ ലവ്ഡ് ഇറ്റ് ടു. ഫാദറിനും എന്ത് ചെയ്യുന്നു? അത് ഇഷ്ടപ്പെട്ടു. ബട്ട് ദേ എഗ്രീഡ് ടു കീപ് ദ ബേൺഡ് പിഗ്സ് എ സീക്രട്ട്. പക്ഷേ അവർ രണ്ടുപേരും ആ ഒരു ബേൺഡ് പിഗിൻ്റെ ആ ഒരു ടേസ്റ്റ് അതെല്ലാം എന്താ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇറ്റ് മോർ ആൻഡ് മോർ ഫ്രീക്വൻ്റ്ലി എ കോട്ടേജ് ഫയർ കുഡ് ബി സീൻ അറ്റ് ഹോട്ടീസ് പ്രോപ്പർട്ടി. പിന്നെ ഫ്രീക്വൻ്റായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഹോട്ടിയുടെ പ്രോപ്പർട്ടിയിൽ കോട്ടേജ് ഫയർ എല്ലാവരും ഫ്രീക്വൻ്റായിട്ട് കാണുകയാണ്. അറ്റ് ഓൾ അവേഴ്സ് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. ഡേയിലും നൈറ്റിലും ഒക്കെ എപ്പോഴും ആ കോട്ടേജ് ബേൺ ചെയ്യുന്നതായിട്ട് നൈബേഴ്സൊക്കെ കാണാൻ തുടങ്ങി. വെൻ ദെയർ സീക്രട്ട് വാസ് ഫൗണ്ടഡ്. അങ്ങനെ അവർ ഈ സീക്രട്ട് എന്ത് ചെയ്തു? എല്ലാവരും കണ്ടുപിടിക്കുക. ഹോട്ടി ആൻഡ് ബോബോ വെയർ പ്ലേസ്ഡ് ഓൺ ട്രയൽ ഇൻ ദെയർ ടൗൺ. അങ്ങനെ അവരുടെ ടൗണിൽ അവരെ ട്രയലിന് കൊണ്ടുപോയി. ഡ്യൂറിങ് ദിസ് ട്രയൽ ദ ജൂറീസ് ആസ്ക്ഡ് ടു ട്രൈ ദ ബേൺഡ് പിഗ് ഇൻ ക്വസ്റ്റ്യൻ ആൻഡ് ഫൈൻഡിങ് ഇറ്റ് ഡെലീഷ്യസ്. അപ്പോൾ ഈ ട്രയലിൻ്റെ സമയത്ത് ബേൺഡ് പിഗിനെ ട്രൈ ചെയ്യാനായിട്ട് പറയുന്നു.
ആ സമയത്ത് ബേൺഡ് പിഗ് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഡിസൈഡഡ് ടു ലെറ്റ് ദ ഫാദർ ആൻഡ് സൺ ഓഫ്. അങ്ങനെ ഈ ജൂറീസ് എന്ത് ചെയ്യുന്നു, ഫാദറിനെയും സണ്ണിനെയും എന്ത് ചെയ്യുന്നു, പറഞ്ഞയക്കുന്നു. കാരണം ആ ട്രയൽ നടത്തുന്ന സമയത്ത് ഈ ബേൺഡ് പിഗിനെ ട്രൈ ചെയ്യാൻ പറയുന്നു. അറ്റ് ദാറ്റ് ടൈം അവർ ട്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് തോന്നുന്നു. സോ ജൂറീസ് എന്ത് ചെയ്തു, ആ ഫാദറിനെയും സണ്ണിനെയും തിരികെ വിടുന്നു. ദ ജഡ്ജ് വാസ് ഔട്ട്റേജ്ഡ് ബട്ട് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ദെയർ വാസ് വൺ ഓഫ് ദോസ് മിസ്റ്റീരിയസ് ഫയേഴ്സ് അറ്റ് ഹിസ് ഹൗസ് ടു. ജഡ്ജിന് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ ഉണ്ടായി. ബട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജഡ്ജിൻ്റെ വീട്ടിലും ഇങ്ങനെ ഒരു ഫയർ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫയർ കാണാൻ തുടങ്ങി. സൂൺ ഇനഫ് ദീസ് ഫയേഴ്സ് വെയർ ഒക്കറിങ് ഓൾ അറൗണ്ട് ടൗൺ. പിന്നെ പല പല സ്ഥലത്തും, വില്ലേജിൽ പല പല സ്ഥലത്തും പല ആൾക്കാരുടെ വീട്ടിലും ഒക്കെ എന്ത് കാണാൻ തുടങ്ങി, ഈ കോട്ടേജ് ഫയർ കാണാൻ തുടങ്ങി. ഓക്കെ. ആൻഡ് ദ ബേൺ പിഗ് ബിഗെയിം എ ചെറിഷ്ഡ് ഫുഡ്. ബേൺ പിഗ് എന്നുള്ളത് ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് മാറി. ഡൺ വിത്ത് ദിസ് ഹിസ്റ്ററി ദ നരേറ്റർ ബിഗിൻ സ്വിങ്ങിങ് ദ പ്രൈസസ് ഓഫ് റോസ്റ്റ് പിഗ്. അപ്പോൾ ഇതാണ് ആ ഒരു പിഗിനെ റോസ്റ്റ് ചെയ്ത് കഴിക്കാനുള്ള ആ ഒരു മെയിൻ റീസൺ എന്ന് നരേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററിയെ പറഞ്ഞുകൊണ്ട് തന്നെ നരേറ്റർ എന്ത് ചെയ്യുന്നു, ബിഗിൻ സിംഗിങ് ദ പ്രൈസസ് ഓഫ് റോസ്റ്റ് പിഗ്. റോസ്റ്റ് പിഗിൻ്റെ ആ ഒരു ടേസ്റ്റിനെ കുറിച്ചുമൊക്കെ വളരെയധികം പ്രൈസ് ചെയ്ത് പറയുന്നുണ്ട്. സ്പീക്കിംഗ് ഓഫ് ദ ക്രാക്ലിംഗ് സ്കിൻ ആൻഡ് സെക്യുലൻറ്റ് ഫാറ്റ്, ഹി ഡ്രോസ് എ ഹ്യൂമറസ് ലിങ്ക് ബിറ്റ്വീൻ ദ സ്വൈൻ ഹു ഓഫൺ കൺസിഡർഡ് എ ഗ്ലട്ടണസ് ബേസ് അനിമൽ. അപ്പോൾ നമ്മൾ ഈ പിഗിനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന എന്താ, പിഗൊക്കെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് അധികമായിട്ട് കഴിക്കുന്ന രീതിയിൽ, അല്ലെ, വളരെയധികം കഴിക്കുന്ന ഗ്ലട്ടണസ് ബേസ് അനിമലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ടൈപ്പ് ഓഫ് മാൻ ഹു എൻജോയ്സ് ഈറ്റിംഗ് ദാറ്റ് സ്വൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലട്ടണസ് ആയിട്ടുള്ള അനിമലായിട്ട് നമുക്ക് ആരെയും കൺസിഡർ ചെയ്യാം, ആ വലിച്ചുവാരി ഫുഡ് കഴിക്കുന്ന പിഗിനെയൊക്കെ കഴിക്കുന്ന ആ മാനിനെയും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. ദ നരേറ്റർ അഡ്മിറ്റ്സ് ടു എൻജോയിങ് ഓൾ ദ ഫൈൻ മീറ്റ്സ് അവൈലബിൾ ഫ്രം സ്ട്രേഞ്ച് ബേർഡ്സ് ടു ഓയിസ്റ്റേഴ്സ് ആൻഡ് ഷെയറിങ് ദം വിത്ത് ഫ്രണ്ട്സ്. അല്ലേ, നരേറ്ററിന് എന്താ എല്ലാ ടൈപ്പ് മീറ്റും ഫുഡും കഴിക്കാൻ ഇഷ്ടമാണ്. സ്ട്രേഞ്ച് ബേർഡ്സ് ടു ഓയസ്റ്റേഴ്സിൻ്റെ ഫുഡ് വരെ ഇഷ്ടമാണെന്ന്. ആൻഡ് ഷെയറിങ് ദം വിത്ത് ഫ്രണ്ട്സ്. He then recalls how as a child, having nothing to offer a beggar on the street, he brought that beggar a plum cake his auntie had baked. അപ്പോൾ എന്നിട്ട് നരേറ്റർ ഒരു ഈവൻ്റ് റീകോൾ ചെയ്യുന്നു. ആ ഒരു ബെഗറിന്, സ്ട്രീറ്റിലെ ബെഗറിന് നരേറ്ററിൻ്റെ കയ്യിൽ യാതൊന്നുമില്ല അയാൾക്ക് കൊടുക്കാനായിട്ട്. ആ ടൈമിൽ ഒരു പ്ലം കേക്ക് കയ്യിലുണ്ടായിരുന്നു. നരേറ്ററിൻ്റെ ആൻറ്റി നരേറ്ററിന് വേണ്ടി ബേക്ക് ചെയ്ത ഒരു പ്ലം കേക്ക് ഉണ്ടായിരുന്നു, അല്ലേ. ലാംബ് റീകൗണ്ട്സ് ഹൗ വെൻ ഹി വാസ് എ ലിറ്റിൽ ബോയ് അറ്റ് സ്കൂൾ ഹിസ് ഗോഡ് ഓൾഡ് ആൻഡ് ഗേവ് ഹിം എ ഡെലീഷ്യസ് പ്ലം കേക്ക് ആസ് എ പ്രസൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ ഹോളിഡേ എൻഡിൽ ആൻറ്റി കൊടുത്ത പ്ലം കേക്കായിരുന്നു നരേറ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഓൺ ഹിസ് വേ ടു സ്കൂൾ എ ഗ്രേ ഹെഡഡ് ഓൾഡ് ബെഗർ saluted him and begged him for some alms. അല്ലേ, അപ്പോൾ ഒരു ഗ്രേ ഹെഡഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് ബെഗർ എന്ത് ചോദിക്കുക, ആംസ്, അല്ലേ, ഫിഷ് ചോദിക്കുകയാണ്, അല്ലേ, ബെഗ് ചെയ്യുകയാണ് നരേറ്ററിനോട്. സിൻസ് ഹി ഹാഡ് നോ പെന്നി ടു കൺസോൾ ദ ബെഗർ വിത്ത്. ബെഗറിനെ കൺസോൾ ചെയ്യാൻ ഇയാളുടെ കയ്യിൽ, നരേറ്ററിൻ്റെ കയ്യിൽ ഒരു ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ he made him a present of the whole cake and felt instantly elated at his act of charity. ആ കയ്യിലുണ്ടായിരുന്ന ഫുൾ കേക്കും, അല്ലേ, ആൻറ്റി കൊടുത്ത കേക്ക് ഫുള്ള് ആർക്ക് കൊടുക്കുകയാണ്, ആ ബെഗറിന് കൊടുക്കുകയാണ്. ബട്ട് ദ ടൈം ലാം റീച്ച്ഡ് ദ എൻഡ് ഓഫ് ദി ബ്രിഡ്ജ് he reflected upon the whole event and regretted his action. He felt that his generosity is giving away the whole cake to the ടോട്ടൽ സ്ട്രേഞ്ചർ. അല്ലേ, ചാൾസ് ലാംബ് എന്ത് ഫീൽ ചെയ്യുന്നു, ചാൾസ് ലാംബിൻ്റെ ആ ഒരു കൈൻഡ്നെസ്സാണ്, അല്ലേ, ഓൾ കേക്കും ആ ഒരു ടോട്ടൽ സ്ട്രേഞ്ചറിനെ കൊടുത്ത ആ ഒരു ആക്ടിന് ഒരു ആക്ട് ഓഫ് ഇൻഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് ആൻഡ്, അല്ലേ, ആൻറ്റിനോട് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ, ആൻറ്റിന് കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്, പക്ഷെ ബെഗറിനോട് കൊടുത്ത ആ ഒരു നന്മയാണ്, അല്ലേ, ഈ പറയുന്ന
പ്ലം കേക്ക് ബെഗറിന് കൊടുക്കുക എന്ന് പറയുന്നത് ആ മനസ്സിലുള്ള ഒരു നന്മയാണ് അവിടെ റിവീൽ ചെയ്യുന്നത്. He says that roast pig is very special to him. He can share anything with his friends but not roast pig. ഇപ്പോൾ ചാൾസ് ലാംബ് പറയുന്നു റോസ്റ്റ് പിഗാണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. ഹി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സിനോട് എന്തും ഷെയർ ചെയ്യും, പക്ഷേ ഒരിക്കലും റോസ്റ്റ് പിഗ് എന്ത് ചെയ്യത്തില്ല, ഷെയർ ചെയ്യത്തില്ല. വൈ ബിക്കോസ് ഇറ്റ്സ് വെരി ടേസ്റ്റി എന്ന ആരുടെ ഒപ്പീനിയൻ? ചാൾസ് ലാംബിൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു അനക്ഡോട്ട് ഉണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. അനക്ഡോട്ട് മീൻസ് ഷോർട്ട് അമ്യൂസിങ് സ്റ്റോറി അബൌട്ട് എ റിയൽ ഇൻസിഡൻറ്റ്. ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള അമ്യൂസിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി അനക്ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു അനക്ഡോട്ട് കൊണ്ടാണ്. ഹൗ ആൻഷ്യൻ്റ് പീപ്പിൾ യൂസ്ഡ് ടു സാക്രിഫൈസ് പിഗ്സ് ബൈ വൈപ്പിംഗ് ദം, അല്ലേ? അവയെ ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചാണ് പിഗ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നത് പണ്ട് കാലത്ത് ആൻഷ്യൻ്റ് പീപ്പിൾ സാക്രിഫൈസ് ചെയ്യുന്നത്. റൈസിങ് എ മോറൽ പ്രോബ്ലം എബൌട്ട് എൻജോയിങ് ദ മീറ്റ് ഓഫ് ദാറ്റ് അനിമൽ. അപ്പോൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന അത്രയും കഷ്ടപ്പെടുത്തുന്ന ഒരു അനിമലിൻ്റെ മീറ്റിനെ നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു മോറൽ പ്രോബ്ലമായിട്ട് മാറുന്നു. ബട്ട് ദ നരേറ്റർ സീംസ് ഇൻഡിഫറൻറ്റ് ടു ദി മോറൽ പ്രോബ്ലം ആൻഡ് സജസ്റ്റഡ് ടേസ്റ്റി സോസ് മെയ്ഡ് ഓഫ് ഷാലറ്റ്സ് ടു ഈറ്റ് ദ പിഗ് വിത്ത്. എന്നിട്ട് ഈ മോറൽ പ്രോബ്ലത്തിനെയൊന്നും നമ്മുടെ നരേറ്റർ ശ്രദ്ധിക്കുന്നില്ല. ഈ പിഗ് കഴിക്കണമെങ്കിൽ നല്ലൊരു സോസേജിൻ്റെ ആവശ്യവും കൂടെയുണ്ട്. നല്ലൊരു സോസ് യൂസ് ചെയ്ത് ഈ ടേസ്റ്റി ആയിട്ടുള്ള പിഗ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്നാണ് ആരുടെ ഒപ്പീനിയൻ? ചാൾസ് ലാംബിൻ്റെ ഒപ്പീനിയൻ. ഇതാണ് എ ഡെസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്ന എസ്സേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.